Good morning, sir. Yes, Vinisha, good morning. Good morning, sir. Yes, Sudhi, good morning. ഇവിടെ മഴയൊക്കെ ഉണ്ടോ നാട്ടില്? അതേ ഉള്ളൂ സർ. മഴയേ ഉള്ളൂ. വെരി ഗുഡ്. ഇന്നലെ ഇവിടെ ബാറ്ററിയുടെ ചാർജ് ഉണ്ടായില്ല. തുടർച്ചയായ 2 ദിവസം. പ്രിയ, ഗുഡ് മോർണിംഗ്. വൈദ്യുതി ഇല്ലാതിരുന്നുകൊണ്ട് okay, let us start. Yes, sir. Okay. Yes, Sudhi SMS. Okay. ഇനി നമ്മൾ എന്തെങ്കിലും ഒരു വിഷയം പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു സുധി? ശ്രീലക്ഷ്മി, ഗുഡ് മോർണിംഗ്. ഉണ്ടായിരുന്നു സർ. അംബിഷൻസ്. 3 ടൈപ്പുള്ള അംബിഷൻസ് അല്ലേ? അതെ സർ. ഓക്കെ. വിഘ്നേഷ്, ഓക്കെ, ഗുഡ് മോർണിംഗ്. യെസ്. അപ്പോ 3 ടൈപ്പുള്ള നിങ്ങളുടെ ആഗ്രഹങ്ങളെ കുറിച്ച് നമുക്കിത് പറയാമെന്ന് പറഞ്ഞിരുന്നു. സ്കൂൾ ലെവലില്, പിന്നെ ഹൈസ്കൂൾ ലെവലില്, പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം മറ്റുയർന്ന കോഴ്സുകൾ പഠിച്ചപ്പോൾ വന്ന ആഗ്രഹങ്ങൾ. ഓരോ കാലഘട്ടത്തും ഓരോ പുതിയ ആഗ്രഹങ്ങളാണ്. ഇന്ന് രാവിലെ ഞാൻ ഒരു കുട്ടിയോട് ചോദിച്ചു, വാട്ട് ഈസ് യുവർ അംബിഷൻ ഇൻ യുവർ ലൈഫ് എന്ന് ചോദിച്ചു. സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയാണ്. അപ്പൊ ചോദിച്ചപ്പോൾ അത് പറഞ്ഞത്, എനിക്ക് ഇതുവരെ അങ്ങോട്ട് എത്താൻ പറ്റിയിട്ടില്ല. എന്തായിരിക്കണം എന്റെ അംബിഷൻ എന്നുള്ളത് എനിക്ക് ചിന്തിക്കാനായിട്ട് എത്തിയിട്ടില്ല. ഞാനിങ്ങനെ ഓരോന്നും മാറ്റിയും മറിച്ചും ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞു. യെസ്, ഓക്കെ. എന്ന് പറഞ്ഞതുപോലെ we will have an ambition in our mind about our future. നമ്മുടെ ഭാവിയെ കുറിച്ച് നമുക്കൊരു അംബിഷൻ ഉണ്ടാവും. ആ അംബിഷനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഫ്രണ്ട്സിലേക്ക് നമുക്ക് പോകാം. യെസ്, അപ്പോ ആരാണ് ആദ്യം? ശ്രുതിനോട് എന്നോട് ചോദിക്കാം. ശ്രുതി പറയാം സാർ. പറഞ്ഞോളൂ. ശ്രുതി ആണെങ്കിൽ നല്ല ഐശ്വര്യമായിട്ട് ആരംഭിക്കാം. ശ്രുതിയുടെ ഐശ്വര്യത്തിൽ വേണം ബാക്കിയുള്ളവർ കൂടി ഇങ്ങോട്ട് വരാൻ. യെസ്, what is your ambition in your life? When I was in school, very good. was to be the okay, once again start. When I was in school, my dream was to be the top student in my class. Oh yes. I wanted to work hard, get good grade, and make my teachers and family proud. Yes. In my high school level, my dream was to join an English medium school nearby. Yes. I want to learn English better. Yes. So I could speak it fluently and feel more confident. Yes. In my college level, yes,
My dream was to get a government job. Yes. I plan to study hard and prepare for exams Yes. to secure a stable job and build a good future. Yes. My current goal is to become a hospital administrator at a respected hospital. Yes. I am currently studying hospital administration to learn how to manage hospital operations and improve patient care. Yes. Okay. Okay. I want to create an environment where both patients and staff are supported, which makes sure efficient services and high quality healthcare. Yes. Okay. Okay. Thank you, sir. Okay. Very much. Very much. Okay. Thanks. Yeah. Good morning. Kandu. Yes. Sruthi, you told me that you wanted to become a government employee and to secure an income and secure your future. അപ്പൊ അതിന്റെ അത് ഏതെങ്കിലും റാങ്ക് ലിസ്റ്റിലേക്ക് വന്നായിരുന്നു? മെയിൻ ലിസ്റ്റ് വന്നില്ല സർ. ഓക്കെ ഓക്കെ ഓക്കെ. യെസ്. അപ്പൊ ഓക്കെ. അപ്പൊ ടാലന്റഡ് ആണ്. അപ്പൊ ഒന്നുകൂടിയൊക്കെ ശ്രമിക്കാമായിരുന്നു. LDC വരുന്ന സമയത്ത് എന്തായാലും ശ്രമിക്കാം. അത് മോർ പോസിബിലിറ്റി, ഒരുപാട് സാധ്യതകളുള്ള കിട്ടാൻ സാധ്യതയുള്ളതാണ്. ഗുഡ് മോർണിംഗ്. യെസ്. അപ്പൊ അതുകൊണ്ട് അത് വരും. ഇനിയിപ്പോ ഓൾറെഡി ലിസ്റ്റ് വന്നു കഴിഞ്ഞു. ഇനി അടുത്ത ലിസ്റ്റ് വരുമ്പോ നമുക്ക് നോക്കിയാൽ മതി. ഓക്കെ. പഠിക്കുന്നുണ്ട്. യെസ്. ഓക്കെ ഓക്കെ. യെസ്. പിന്നെ ഇതിനകത്ത് എല്ലാവരും ചെയ്യുന്ന ടെക്നിക്ക് ഉണ്ട്. കാരണം നമ്മുടെ ഇവിടെ ജാതി പറയെന്ന് ചോദിക്കുന്നതൊക്കെയാണ്. എന്നിരുന്നാലും പറയാണ്, തൊട്ട് മുന്നിലുള്ള റാങ്ക് ലിസ്റ്റില് ഏതൊക്കെ കാസ്റ്റ് എവിടേക്കും വരെ വന്നു, സപ്ലീന്ന് അതൊന്നും ശ്രദ്ധിക്കണം. അപ്പൊ നമ്മൾ ബിലോങ് ചെയ്ത്, നമ്മൾ ഓപ്പൺ മെറിറ്റ് ആണെങ്കിൽ പറഞ്ഞിട്ട് കാര്യമില്ല. ഓപ്പൺ മെറിറ്റ് അല്ല എങ്കിൽ, റിസർവേഷൻ ഉള്ള ആളുകളാണെങ്കിൽ അത് കുറവുള്ള സ്ഥലം നോക്കിയിട്ട് അപ്പൊ അതിനകത്ത് അവിടെ വേറൊരു ഫാക്ടർ കൂടി നമ്മൾ പരിഗണിക്കേണ്ടി വരും. ആ ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോ ഏതെങ്കിലും പ്രത്യേക ഒരു റിസർവേഷനുള്ള കാറ്റഗറിയിൽപ്പെട്ട ആളുകൾ ഏതെങ്കിലും പ്രത്യേക ജില്ലയിലോട്ട് മാത്രം അപേക്ഷിക്കുമ്പോൾ അവിടേക്ക് വരുന്ന എല്ലാ ആ കാറ്റഗറിയിൽപ്പെട്ട കുട്ടികളും മത്സരിക്കാൻ കണക്കാക്കിയാണ് വരുന്നത്. ടൈറ്റ് കോമ്പറ്റീഷൻ വരും. അവരെ മത്സരിക്കാൻ കണക്കാക്കിയാൽ മറ്റൊന്നിനല്ല, വെറുതെ പോയി എഴുതുന്നവരെ. അപ്പൊ അതും കൂടി പരിഗണിച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. ഞാനൊക്കെ പണ്ട് കാലത്തൊക്കെ നോക്കുമായിരുന്നു. ഏതൊക്കെ ജില്ലകളിൽ ഏതൊക്കെയാണ് കുറവ്, ഏതൊക്കെയാണ് കൂടുതൽ വരുന്നിരിക്കുന്നത് എന്നൊക്കെ നോക്കുമായിരുന്നു. എപ്പോഴും നമുക്ക് ചില കാൽക്കുലേഷൻസ് വേണം ചെയ്യുന്നത്. വെറുതെ നമ്മൾ ചെയ്ത കാര്യം ഇപ്പൊ ഞാൻ തന്നെ കണ്ടിട്ടുണ്ട്. ചില ആളുകൾ ഒബ്സർവ് ചെയ്തിട്ടുണ്ട്. ചില ആളുകൾ ലോട്ടറി എടുക്കുന്ന ഇത് ചില ആൾക്കാർ വരുമ്പോ അവര് കുറെ നമ്പറുകൾ എഴുതി റെഡിയാക്കി കൊണ്ടുവരും. കാരണം ഇവര് കഴിഞ്ഞ 2-3 ആഴ്ചകൾ റിസൾട്ടൊക്കെ വെച്ച് പഠിച്ചിട്ടാണ് വന്നത്. അപ്പൊ അവർക്ക് ഒരു കാൽക്കുലേറ്റ് ഇന്നതുപോലെ വീഴും, അല്ലെങ്കിൽ ഇന്ന നമ്പറിലെ ലോട്ടറി അടിക്കും, അങ്ങനെ ഒരു. അപ്പൊ ഞാൻ ഇങ്ങനെ എഴുതി കൊണ്ടുവരുന്ന ആളുകളുമായിട്ടൊക്കെ സംസാരിച്ചപ്പോ അവര് പറഞ്ഞിട്ടുണ്ട്, ഇനി അവരാ ആ വിഷയം അവർ പഠിക്കണം. കാൽക്കുലേഷൻ ആണ് അവർ ആ വിഷയം അവർ പഠിക്കണം. അത് ഹൗ ടു എങ്ങനെയാണ് പിന്നാമ്പുറം കൂടി അവർ നോക്കി. അവിടെയാണ് നമ്മുടെ വിജയം ഇരിക്കുന്നത്. ഓക്കെ ഓക്കെ ഓക്കെ. വിഷ് യു ഓൾ ദി ബെസ്റ്റ് ശ്രുതി. ലെറ്റ് യുവർ ഡ്രീം ബി ഫുൾഫിൽ. ഓക്കെ, വെരി ഗുഡ്. യെസ്. അപ്പോ ശ്രുതി പറഞ്ഞു, ശ്രുതിയുടെ സ്കൂൾ ലെവലിലുള്ളതും ഹൈസ്കൂൾ ലെവലിലുള്ളതും അത് കഴിഞ്ഞതിന് ശേഷം ഇപ്പോഴുള്ളതുമായ ശ്രുതിയുടെ ആഗ്രഹത്തെ കുറിച്ച് പറഞ്ഞു. യെസ്. ഓക്കെ, വെരി ഗുഡ്. ഈ അടുത്ത് പറയുന്നത് ശ്രുതിക്ക് ശേഷം പറയുന്നതാരാണ്? യെസ്. ഞാൻ പറയാമെന്ന് പറഞ്ഞോ? യെസ്, ഞാൻ പറയാം സാർ. ഓക്കെ. പറഞ്ഞു. In my school level, when I was in school, that is 4th standard, I wanted to be a movie actor. My favorite movie actor was Bhavana. Okay. My favorite movie actress was Bhavana, and I wanted to be like her. Yes. Later, when I was in 8th standard, I wanted to become a teacher, a good teacher. That did not happen either. Yes. Right from my +2 studies, I'm an accountant.
in a When I was reputed a company. plus 2 student, And luckily that happened after working in hospital. Yes. Yes, sir. After working in a Nancy, hospital ആ and plus 2 becoming an plus 2 accountant. കൂടി പറ. Yes. Right from my plus 2 studies, when I graduated, I wanted to become an accountant in a reputed company. Okay. And likely that happened. Yes. After working in a hospital and becoming an accountant, my current dream is to become in a hospital administrator. Yes. However, I am trying to get a government job, and I'm writing the PSC exam. I don't know when my luck will Yes. come. Okay, Nancy. അത്രേ ഉള്ളൂ sir. Okay, very good, very good, very good. Okay, അപ്പോൾ നാൻസിയെ പറഞ്ഞ വാചകങ്ങളൊക്കെ ഞാൻ ഒന്ന് എടുക്കുകയാണ്. Try to get okay, ഒരു ഗവൺമെന്റ് ജോബ് ആണെങ്കിൽ ഒരുപാട് സാധ്യതകൾ വരെ അതിൻ്റെ അകത്തുണ്ട്. അപ്പൊ അത് നമ്മളൊന്ന് അറിയാൻ വേണ്ടി ഞാൻ പറയുകയാണ്. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രൈവറ്റ് സ്ഥാപനത്തിൽ ജോലി ചെയ്ത് കഴിയുമ്പോൾ ആ പ്രൈവറ്റ് സ്ഥാപനത്തിലുള്ള ഓണർ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റർ അവരുടെ താല്പര്യം, ഇഷ്ടക്കേട് ഇതൊക്കെ നമ്മളെ സ്വാധീനിക്കും. പിന്നെ നമുക്കൊരു ഫ്രീഡം ആയിട്ട് എന്തെങ്കിലും ചെയ്യാനാകാൻ പറ്റില്ല, അത് വേണ്ട എന്നൊക്കെ പറയും. നേരെ മറിച്ച് ഒരു സർക്കാർ സ്ഥാപനം, പിന്നെ ജോലി സെക്യൂരിറ്റി, ഇതാണ് ഏറ്റവും വലിയ ഒരു മെയിൻ ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ജോബ് സെക്യൂരിറ്റിയാണ്. ഗവൺമെന്റ് എംപ്ലോയി ആയി കഴിഞ്ഞാല് 60 വയസ്സ് വരെ ആരും നിങ്ങളെ ഒഴിവാക്കില്ല. നിങ്ങൾക്ക് തോന്നുക അതിൻ്റെ ഇടയ്ക്ക് ഒരു 5 വർഷം ലീവ് എടുക്കണം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് 5 വർഷം ലീവ് എടുക്കാം. 5 വർഷം കഴിഞ്ഞിട്ട് ചെല്ലുമ്പോഴും ആ ജോലി അവിടെയുണ്ട്. ആ 5 വർഷത്തെ ശമ്പളം കിട്ടൂലെന്നേ ഉള്ളൂ. ആ 5 വർഷം നിങ്ങൾക്ക് ഒരു പക്ഷെ വിദേശത്ത് പോകണമെങ്കിൽ പോയി തിരിച്ചു വരാം, വന്നിട്ട് വീണ്ടും ജോലിക്ക് പോകാം, അങ്ങനെ ചെയ്യാം. അപ്പൊ അത് പെർമനന്റ്. ഇതിനെ മറ്റൊരു പ്രൈവറ്റ് സ്ഥാപനത്തിലൊക്കെ നമ്മൾ അതുപോലെ ലീവ് എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ പിന്നെ അവര് ആ വേക്കൻസിയിൽ അടുത്താണ് വെക്കും. അപ്പൊ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഘടകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോബ് സെക്യൂരിറ്റിയാണ്. പിന്നെ പെൻഷൻ എന്ന് പറയുന്ന സംഗതിയെ കുറിച്ച് ഇപ്പൊ ചിന്തിക്കേണ്ട, കാരണം അത് വേറെ ഒരു ലെവലിലോട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. മുമ്പ് പറഞ്ഞിരുന്നത് പെൻഷൻ നമുക്ക് മരിക്കുന്നവരെ കിട്ടും, നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഭാര്യയ്ക്ക് അല്ലെങ്കിൽ ഭർത്താവിന് നമ്മൾ വാങ്ങിച്ചിരിക്കുന്ന പെൻഷന്റെ 75%, ഏതാണ്ട് 75% അവർക്ക് പെൻഷൻ കിട്ടും എന്നുള്ളത് ഒരു പ്രത്യേകതയായിരുന്നു. പക്ഷെ ഇന്നത്തെ കാലഘട്ടങ്ങളിൽ പെൻഷനെ കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ട, കാരണം അത് എപ്പോൾ വേണമെങ്കിലും നിന്ന് പോകാവുന്ന ഒരു സംഗതിയാണ്. കാരണം ഇപ്പോൾ ഉള്ളത് കോൺട്രിബ്യൂട്ടറി സിസ്റ്റമായ പെൻഷനാണ്. അതായത് നമ്മൾ ജോലി ചെയ്യുമ്പോൾ എല്ലാ മാസവും നമ്മുടെ അടിസ്ഥാന ശമ്പളത്തിന്റെ 10% അങ്ങോട്ട് കൊടുക്കുകയും അത്രയും രൂപ തന്നെ സർക്കാർ ഇടുകയും ആ പൈസ ഷെയർ മാർക്കറ്റിൽ ഇടുകയും ആ ഷെയർ മാർക്കറ്റിൽ നിന്ന് ലഭിക്കുന്ന ലാഭത്തിന്റെ വിഹിതമാണ് നമുക്ക് പെൻഷനായിട്ട് ഇപ്പൊ പോകുന്നത്. അപ്പൊ അങ്ങനെ വന്നു കഴിയുമ്പോൾ പെൻഷൻ കിട്ടുന്നതിനെ കുറിച്ച് ഇനി നമ്മൾ കിട്ടിപ്പോയാൽ പോയി എന്നുള്ളതാണ്, അല്ലാണ്ട് അതിനെ കുറിച്ച് ചിന്തിക്കുന്നത്. ഹൗവർ യു ട്രൈ ടു ബി സെക്യൂർഡ് ഇൻ എ ഗവൺമെന്റ് സെക്ടർ. ഓക്കെ, താങ്ക്സ്. വെരി ഗുഡ്. ഓക്കെ, ഇനി അടുത്തതാരാണ്? യെസ്. ഇനിയിപ്പോ നേരത്തെ വിഷയം കേട്ടിട്ടില്ലാത്തവരാണെങ്കിൽ ഇപ്പൊ പറഞ്ഞാൽ മതിട്ടാ. നമ്മൾ പറയുന്നത് വിഘ്നേഷിന്റെ 3 സ്വപ്നങ്ങളെ കുറിച്ച് പറയൂ. When I was in my school days, I planned to become a explorer. You become a explorer. Oh yes. I like to explore the world, explore many countries. Yes. When I was in my
When I was in high school, that time my dream changed. Yes. I wish to become a pilot. Yes. Then when I'm studying, then after finishing my high school, then I came higher secondary. Then my mind changed and I'm doing medical field. Oh, yes. Then radiology I was doing in my degree radiology, and then a hospital administration. My friends came and told me, then I joined hospital administration. Yes. Hospital administration. I also wish to become a part of hospital administration. Yes. സാറേ ഇത്ര കിട്ടുന്നതാണ്. Okay, very good. Okay, വിഘ്നേഷ് പറഞ്ഞപ്പോൾ അത് ഭയങ്കര ലൈവായിട്ട് പറയുന്ന പോലെ ഫീലിംഗ് ഉണ്ടായിരുന്നു. യെസ്, ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, വെരി ഗുഡ്. യെസ്, ഇനി ആരാണ്? ശ്രീലക്ഷ്മി. നിങ്ങളുടെ 3 സ്വപ്നങ്ങൾ സ്കൂൾ ലെവലില്, ഹൈസ്കൂൾ ലെവലില്, പിന്നെ പ്ലസ് ടു കോളേജ്. നെക്സ്റ്റ് പറയാം. ഓക്കെ. അപ്പൊ ശ്രീലക്ഷ്മി ഗെറ്റിംഗ് റെഡി. ഓക്കെ. വെരി ഗുഡ്. അഞ്ജന ശങ്കർ. അഞ്ജനയുടെ 3 സ്വപ്നങ്ങൾ പറയും. അഞ്ജന ഈസ് ആൾസോ ഗെറ്റിംഗ് റെഡി. വിനീഷ. കഴിഞ്ഞ ക്ലാസ് ഉണ്ടായിരുന്നില്ല, ഒന്നും പ്രിപ്പയർ ചെയ്തില്ല. അത് വേണ്ട, പ്രിപ്പയർ ചെയ്യണ്ട, മനസ്സിലെടുത്ത് പറഞ്ഞാൽ മതി. അവർക്ക് ഞാനിപ്പോ പ്രിപ്പയർ ചെയ്യണമെന്നൊന്നുമില്ല, ഇതിപ്പോ പറയാവുന്നതേ ഉള്ളൂ. When I was in school level, my aim was പറയാം. When I was a high school student, my aim was after that my aim. അങ്ങനെ 3 സ്വപ്നങ്ങളല്ല പറയും. നമ്മളത് ഇംഗ്ലീഷ് പറയാൻ വേണ്ടിയിട്ടാണ്. യെസ്. Okay, sir. പറഞ്ഞു. When studying school, I like teaching. Okay. And you want to become a teacher. Okay. Yes, sir. And high school level, same ambition. Okay. High school level, I have same ambition. Okay. But father's health condition very bad. Yes. Plus 2 level studying stopping. Yes. Then now hospital administration job. Yes. Doing. കിട്ടുന്നില്ല സാർ, എന്തൊക്കെയാ പറയുന്നത്. Okay. Now you want to become the hospital administrator or doing any job connected with the hospital. Am I right? Yes, sir. Okay. Very good. Okay, Vinisha. Very good. Nimisha. വിനീഷയ്ക്ക് ശേഷം നിമിഷ. 2 ഷായിൽ അവസാനിക്കുകയാണ്. യെസ്, നിമിഷയും വരുമ്പോൾ പ്രിയ ബാനു. പ്രിയ ബാനുവിന്റെ 3 സ്വപ്നങ്ങളെ കുറിച്ച് പറയൂ. സ്കൂൾ ലെവൽ, ഹൈസ്കൂൾ ലെവൽ, then yes, വൈഗ മോൾ. Yes. Nasiha. ഇന്നെന്ത് പറ്റി? എല്ലാവരും ഭയങ്കര ഡല്ലായിട്ടിരിക്കണം, മഴയായതുകൊണ്ടാണ്. ബിസ്മി ബോബൻ. ഓക്കെ. വൈഗ ഡ്യൂട്ടിയിലാണ്. ഓക്കെ. യെസ്. ബിസ്മി. യെസ്. ആതിര കൃഷ്ണ. ഞാൻ പ്രിപ്പയർ ചെയ്തോണ്ടിരിക്കുക. കഴിഞ്ഞ ക്ലാസ്സിൽ ആബ്സെന്റ് ആയിരുന്നു.
ഓക്കെ ഗെറ്റ് റെഡി. അപ്പൊ ശ്രീലക്ഷ്മിയുടെ കഴിയുമ്പോഴേക്കും ചാൻസ് തരാം. ഓക്കെ ഷീര, ഇത് മുഴുവൻ എഴുതണ പോയിന്റ് മാത്രം എഴുതിയാൽ മതി, ബാക്കി നമുക്ക് കയ്യിൽ നിന്ന് അങ്ങോട്ട് ചേർക്കാം. ഷീര രാജേഷ്. യെസ്. നദാഷ. ഓക്കെ മഴയാണ് നിങ്ങളെല്ലാം പ്രതികൂലമായിട്ട് ബാധിച്ചിരിക്കുന്നത് എന്ന് പറയും. മുമ്പ് നമ്മൾ അപ്പോൾ വിഷയം പറയുകയും അപ്പൊ തന്നെ പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ വളരെ കൃത്യമായിട്ട് പറയുമായിരുന്നു. ഇപ്പൊ നേരത്തെ വിഷയം തന്നുകൊണ്ട് അപ്പോ ബാക്കിയുള്ളവർക്ക് അയ്യോ ഞാൻ ഇത് കിട്ടിയില്ലല്ലോ അങ്ങനെ ചിന്തിക്കേണ്ട കാര്യമില്ല. അറ്റ് പ്രസന്റ് നമ്മൾ അങ്ങനെ പറയുന്നു. ഓക്കെ, അപ്പൊ ശ്രീലക്ഷ്മിയും അതിനോടൊപ്പം ആതിരകൃഷ്ണയും ഗെറ്റ് റെഡി ആയിക്കോളും. നമുക്ക് ഇതിന്റെ ഇടക്ക് നമുക്ക് പറയാം. ഓക്കെ. അപ്പൊ നമ്മുടെ ഹീര സ്കൂളില് കുട്ടികളുടെ ആവശ്യമായിട്ട് പോയിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ടാണ് ഹീരയ്ക്കും ഡ്യൂട്ടിയിലാണ് വൈകാമോൾ, അതുകൊണ്ടാണ് രണ്ടുപേരും. ഓക്കെ ഹീര, ഓക്കെ വൈകാമോൾ. യെസ്. പിന്നെ നമ്മൾ നേരത്തെ പഠിച്ചുകൊണ്ടിരുന്ന ആ ടെൻസിന്റെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറയുകയാണ്. അപ്പോ ഞാൻ ജസ്റ്റ് ഒന്ന് റിവൈൻഡ് ചെയ്യുകയാണ്. ആ റിവൈൻഡ് ചെയ്യുമ്പോൾ നമ്മൾ 6 ടെൻസുകളെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. 6 ടെൻസുകളെ കുറിച്ച് പറഞ്ഞപ്പോൾ സിമ്പിൾ പ്രസന്റ് മുതൽ ഫ്യൂച്ചർ കണ്ടിന്യൂസ് വരെയുള്ള ടെൻസുകളെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. സിമ്പിൾ പ്രസന്റ്, സിമ്പിൾ പാസ്റ്റ്, സിമ്പിൾ ഫ്യൂച്ചർ, പ്രസന്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് കണ്ടിന്യൂസ് ആൻഡ് ഫ്യൂച്ചർ കണ്ടിന്യൂസ്, അങ്ങനെയുള്ള 6 ടെൻസുകളെ കുറിച്ചാണ് നമ്മൾ സൂചിപ്പിച്ചത്. ഈ 6 ടെൻസുകളെ കുറിച്ച് സൂചിപ്പിക്കുകയും അതിന്റെ സ്ട്രക്ചർ പറയുകയും നമ്മൾ ചെയ്തു. അതായത് സിമ്പിൾ പ്രസന്റ് സബ്ജക്റ്റ് വെർബിന്റെ പ്രസന്റ് ടെൻസ് ആണ്, സിമ്പിൾ പാസ്റ്റ് സബ്ജക്റ്റ് വെർബിന്റെ പാസ്റ്റ് ടെൻസ് ആണ്, സിമ്പിൾ ഫ്യൂച്ചർ സബ്ജക്റ്റ് വിൽ അല്ലെങ്കിൽ ഷാൽ വെർബിന്റെ പ്രസന്റ് ടെൻസ് ആണ്, പ്രസന്റ് കണ്ടിന്യൂസ് സബ്ജക്റ്റ് ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആറ് വെർബ് പ്ലസ് ing ആണ്, പാസ്റ്റ് കണ്ടിന്യൂസ് സബ്ജക്റ്റ് വാസ് അല്ലെങ്കിൽ വേറെ വെർബ് പ്ലസ് ing ആണ്, ഫ്യൂച്ചർ കണ്ടിന്യൂസ് സബ്ജക്റ്റ് വില്ലോ ഷാൽ പ്ലസ് ബി പ്ലസ് വെർബ് പ്ലസ് ing ആണ്. ഇത്രയുമാണ് നമ്മൾ ഈ ടെൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നേരത്തെ സൂചിപ്പിച്ചത്. യെസ്. ഇനി നമുക്ക് ഞാൻ അതിലുള്ള ഒരു വാക്കെടുത്തിട്ട്, ഗോ എന്ന് പറയുന്ന വാക്കെടുത്തിട്ട് ഈ 6 ടെൻസിന്റെ അർത്ഥത്തിലൂടെ ഇത് പറയും. ഗോ സിമ്പിൾ പ്രസന്റ് ആകുമ്പോൾ പോകുന്നു, സിമ്പിൾ പാസ്റ്റ് ആകുമ്പോൾ പോയി, സിമ്പിൾ ഫ്യൂച്ചർ ആകുമ്പോൾ പോകും, പ്രസന്റ് കണ്ടിന്യൂസ് ആകുമ്പോൾ പോവുകയാകുന്നു, പാസ്റ്റ് കണ്ടിന്യൂസ് ആകുമ്പോൾ പോവുകയായിരുന്നു, ഫ്യൂച്ചർ കണ്ടിന്യൂസ് ആകുമ്പോൾ പോവുകയായിരിക്കും. യെസ്. ഇനി അത് തന്നെ നെഗറ്റീവായ അർത്ഥം നമുക്ക് എല്ലാത്തിനോടും പറയാം. സിമ്പിൾ പ്രസന്റ് ആകുമ്പോൾ പോകാറില്ല, സിമ്പിൾ പാസ്റ്റ് ആകുമ്പോൾ പോയിട്ടില്ല, സിമ്പിൾ ഫ്യൂച്ചർ ആകുമ്പോൾ പോകില്ല, പ്രസന്റ് കണ്ടിന്യൂസ് ആകുമ്പോൾ പോവുകയാകുന്നില്ല, പാസ്റ്റ് കണ്ടിന്യൂസ് ആകുമ്പോൾ പോവുകയായിരുന്നില്ല, ഫ്യൂച്ചർ കണ്ടിന്യൂസ് ആകുമ്പോൾ പോവുകയായിരിക്കില്ല. യെസ്. അപ്പൊ ഇതാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ. ഇത്രയുമാണ് നമ്മൾ ടെൻസുകളെ കുറിച്ച് പറഞ്ഞ് നിർത്തിയത്. യെസ്. ഇനി നമുക്കറിയാം സാധാരണഗതിയിൽ നമ്മളൊരു വെർബ് എടുത്തു കഴിഞ്ഞാൽ ആ വെർബിന് 3 കാലങ്ങൾ നമ്മൾ പറയും. ഒന്ന് പ്രസന്റ് ടെൻസ്, അടുത്തത് പാസ്റ്റ് ടെൻസ്, പിന്നെ പറയുന്നത് പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ഇതിനെ തന്നെ നമുക്ക് വേറെ ഒരു പേരിലൂടെ നമുക്ക് പറയാം V1, V2 ആൻഡ് V3. വെർബിന്റെ ഒന്നാമത്തെ ഫോം എന്ന് വെച്ചാൽ ബേസ് ഫോം, പിന്നെ V2 ആൻഡ് V3 അങ്ങനെയും പറയാം. യെസ്. അപ്പൊ നമ്മൾ V1, V2, V3 എന്ന് പറയുന്നതും പ്രസന്റ് പാസ്റ്റ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്ന് പറയുന്നത് സെയിം ആണ്. പ്രസന്റ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ. യെസ്. അപ്പോ ഞാനിവിടെ ആരോട് ഒരു വാക്ക് പറയാണ്. ഗോ പ്രസന്റ് ടെൻസ് ആണ്. എന്റെ പാസ്റ്റ് ടെൻസ് എന്താണ്? വെന്റ്. പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്താണ്? ഗോൺ. ഓക്കെ ശ്രീലക്ഷ്മി കറക്റ്റ് ആണ്. അപ്പൊ ഞാൻ ശ്രീലക്ഷ്മിയോട് ചോദ്യം ചോദിക്കട്ടെ. ഓക്കെ ഇതാണ് സംഭവം. ഗോ പോവുക, വെന്റ് പോയി. ശ്രീലക്ഷ്മി, ഈ ഗോൺ എന്ന് പറയുന്ന വേർഡിന്റെ അർത്ഥം എന്താണ്? അപ്പൊ അത് വിൽ ഗോ എന്ന് പറഞ്ഞാൽ പോരെ. വിൽ ഗോ അതല്ലേ പോകും. സിമ്പിൾ ഫ്യൂച്ചർ. ഗോ പോവുക, വെന്റ് പോയി, ഗോൺ. അല്ലെങ്കിൽ ടേക്ക്.
ഓക്കെ. ഗോൺ പോയി എന്നല്ല, ഒന്നുകൂടെ ആലോചിക്കും. നമുക്ക് ടേക്ക് എടുക്കുക, ടുക്ക് എടുത്തു, ടേക്കൻ അതിന്റെ അർത്ഥം എന്താണ്? യെസ്, മലയാളത്തിൽ പറയുമ്പോഴാണ് നമ്മൾ വർത്തമാനകാലം, ഭൂതകാലം, പിന്നെ ഭാവി കാലം എന്ന് പറയുന്നത്. ആ ഭാവി കാലം എന്ന് പറയുന്ന സംഗതി ഇംഗ്ലീഷിലോട്ട് വരുമ്പില്ല. അതിന് നമ്മൾ സിമ്പിൾ ഫീച്ചർ എന്ന് പറയുന്ന ടെൻസ് ആണ് ഉപയോഗിക്കുന്നത്. അതിന് പ്രസന്റ് ടെൻസിന്റെ മുന്നിൽ വില്ലോ ഷാലോ ചേർത്ത് കഴിഞ്ഞാൽ എടുത്തത്. ഓക്കെ. ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, നമുക്ക് വിഷയത്തിലോട്ട് വരാം. അപ്പൊ നമുക്ക് ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കി, ഈ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആയിട്ട് വരുന്ന വേർഡിന് നമുക്കൊരു മീനിങ് പറയാൻ പറ്റില്ല. അതിന്റെ കൂടെ ഏതെങ്കിലും ഒരു സംഗതിയും കൂടി ചേർന്ന് വരും, ഒരു ഓക്സിലറി വെർബും കൂടി ചേർന്ന് വരുമ്പോഴാണ് അതിനൊരു അർത്ഥം വരിക. അപ്പൊ അത് ഒരു പൂർണ്ണമായ അർത്ഥം പറയാത്ത ഒരു വേർഡാണ്. അതിന്റെ കൂടെ ഒരു ഓക്സിലറി വെർബും കൂടി ചേർന്ന് വരും. അപ്പൊ ഇനിയുള്ള സ്ഥലത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ടെൻസിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അപ്പൊ ഇനിയുള്ള സ്ഥലങ്ങളിലെല്ലാം നമുക്ക് വേണ്ടത് ഒരു വെർബിന്റെ മൂന്നാമത്തെ ഫോം, V3 ഓർ അതുമല്ലെങ്കിൽ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഓഫ് ദ വെർബ്, അത് നമ്മൾ അറിഞ്ഞിരിക്കും. എങ്കിൽ മാത്രമേ ഇനിയുള്ള കാര്യങ്ങൾ നമുക്ക് അങ്ങോട്ട് ഫില്ല് ചെയ്യാൻ പറ്റുള്ളൂ. യെസ്, V3. ഓക്കെ ശ്രീലക്ഷ്മി, V3 പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഓർ V3. ടേക്ക്, ടുക്ക്, ടേക്കൻ, go, went, gone, love, loved, loved, like, liked, liked, buy, bought, bought, think, thought, thought, teach, taught, taught, അങ്ങനെ bring, brought. യെസ്, ഒരേ വാക്കുകൾ നമ്മൾ അതിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ വരെ നമുക്കൊന്ന് അറിഞ്ഞിരിക്കും. യെസ്, അപ്പൊ നമുക്ക് അതിനെ കുറിച്ച് ചിന്തിക്കാം. യെസ്, അപ്പൊ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന ഏഴാമത്തെ ആ ടെൻസിന്റെ പേരാണ് പ്രസന്റ് പെർഫെക്റ്റ്. എന്താണ് അതിന്റെ പേര്? പ്രസന്റ് പെർഫെക്റ്റ്. PRESENT പ്രസന്റ്, PERFECT പെർഫെക്റ്റ്. അതാണ് പ്രസന്റ് പെർഫെക്റ്റ് എന്ന് പറയുന്ന ടെൻസ്. അപ്പൊ നമുക്ക് ജസ്റ്റ് അതിനെ കുറിച്ചൊന്ന് ആമുഖമായിട്ട് പറയാം. ഇപ്പോ താൻസിയ, യെസ് സർ. അപ്പൊ താൻസിയ, ആർ യു മാരീഡ്? യെസ്. അപ്പൊ താൻസിയോടാണ് ചോദ്യം. അപ്പോ താൻസിയുടെ ഭർത്താവിന്റെ പേര് ഞാൻ തൽക്കാലം ഇപ്പൊ മിസ്റ്റർ എക്സ് എന്ന് വിളിക്കുക. മിസ്റ്റർ എക്സ് എന്ന് വിളിക്കുക. അപ്പോ രാവിലെ 9:30 നിങ്ങളുടെ ഭർത്താവ് വീട്ടിൽ നിന്ന് പുറത്തുപോയി. ഇനി ഒരു 10:11 മണി ആയി കഴിഞ്ഞപ്പോ നിങ്ങളുടെ ഭർത്താവ് അവിടെ ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് അദ്ദേഹത്തിന്റെ ഒരു കൂട്ടുകാരൻ വന്നു. അപ്പോ അവൻ പോയി എന്ന് നമുക്ക് പറയണം, അല്ലെങ്കിൽ അദ്ദേഹം പോയി എന്ന് എങ്ങനെ പറയും ഇംഗ്ലീഷില്? He went to the job. Okay, correct ആണ്. അപ്പൊ ശ്രീലക്ഷ്മി പറഞ്ഞു he went to the job. അത് എനിക്ക് താൻസിയ മനസ്സിൽ വിചാരിച്ചത്. ഞാൻ ഇനിയൊന്നും മാറ്റുകയാണ്. 9:30 താൻസിയുടെ ഭർത്താവ് പുറത്തേക്ക് പോയി. 9:31 കൂട്ടുകാരൻ വന്ന് ചോദിക്കുകയാണ്. യെസ്, അപ്പോ പറയണം അവൻ പോയി എന്ന്. അപ്പൊ എങ്ങനെ പറയും? യെസ്, ഓക്കെ. അത്രയൊക്കെ നമ്മൾ പോകാതെ ജസ്റ്റ് ഒരു വാക്കില് നമുക്ക് ആ സംഗതി പറയാൻ പറ്റും. യെസ്, അവിടെയാണ് നമ്മൾ ഈ പറയുന്ന ഈ ടെൻസ് വരുന്നത്, ഈ പ്രസന്റ് പെർഫെക്റ്റ് എന്ന് പറയുന്ന ടെൻസ് വരുന്നത്. യെസ്, ഈ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിലാണ് താൻസിയ മറുപടി പറയുന്നതെങ്കിൽ, ഓ
അപ്പൊ വിഘ്നേഷ് ഹി വിൽ ഗോ എന്ന് പറയും. വില്ല് കഴിഞ്ഞാൽ എപ്പോഴും പ്രസന്റ് ടെൻസ് ഹി വിൽ ഗോ എന്ന് പറയുള്ളൂ. ഓക്കെ ശ്രുതി. അപ്പൊ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിലാണ് നമ്മൾ പറയുന്നത് എങ്കിൽ അതിന്റെ അർത്ഥം പോയിട്ട് അതിന് നേരായിട്ട് എപ്പോഴും പോയുള്ളൂ ഒന്ന് വേഗം നിങ്ങൾക്ക് കാണാൻ പറ്റും. എന്താണ് നേരെ മറിച്ച് നേരത്തെ 9:30 പോയ ആളെ അന്വേഷിച്ച് വന്നത് 11 മണിക്കാണ്. അതുകൊണ്ടാണ് നേരത്തെ ശ്രീലക്ഷ്മി പറഞ്ഞപ്പോൾ സൂചിപ്പിച്ചത് ഹി വെന്റ് ടു ദ ജോബ് എന്ന് പറഞ്ഞു. കറക്റ്റ് ആണ്. അപ്പൊ അത് 1.5 മണിക്കൂറിന് ശേഷമാണ് വന്നത്. ജസ്റ്റ് ഒരാള് ഇപ്പൊ നിങ്ങളിപ്പോ ഈ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങളുടെ അടുത്തുകൂടെ ഒരാള് അങ്ങനെ പോയി, അത് വേറെ ആളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഹാപ്പൻ. അവിടെയാണ് ഏത് ടെൻസ് ഉപയോഗിക്കുന്നത്? ഈ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കുന്നത്. അവിടെയാണ് ഈ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിന്റെ ഉപയോഗം. ഇമ്മീഡിയറ്റ് പാസ്റ്റ്, ജസ്റ്റ് ഹാപ്പൻ. ഓക്കെ, അപ്പൊ നമുക്ക് അതിന്റെ സ്ട്രക്ചറിലേക്ക് വരാം. ആദ്യം നമ്മൾ എന്ത് എഴുതണം? സബ്ജക്റ്റ് എഴുതണം. സബ്ജക്റ്റ് എഴുതി കഴിഞ്ഞതിന് ശേഷം ഒന്നുകിൽ ഹാസ് അല്ലെങ്കിൽ ഹാവ്, അത് കഴിഞ്ഞതിന് ശേഷം പ്ലസ് വി വെർബ്. ആ വി എന്നുള്ളതിന്റെ ബ്രാക്കറ്റിൽ നമ്മൾ PP എന്നാണ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ അല്ലെങ്കിൽ B3. ഓക്കെ ഒന്നുകിൽ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ശ്രുതി അല്ലെങ്കിൽ B3. യെസ്, അങ്ങനെ. അപ്പൊ സബ്ജക്റ്റ് ഹാസ് അല്ലെങ്കിൽ ഹാവ്, അത് കഴിഞ്ഞതിന് ശേഷം വെർബ്, ആ വെർബിന്റെ മൂന്നാമത്തെ ഫോമാറ്റുള്ള B3 അല്ലെങ്കിൽ പാസ്റ്റ് പാർട്ടിസിപ്പിൾ എഴുതി കഴിഞ്ഞാൽ അങ്ങനെ എഴുതുന്ന വാചകങ്ങളാണ് പ്രസന്റ് പെർഫെക്റ്റ് എന്ന് പറയുന്നത്. പ്രസന്റ് പെർഫെക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് പാസ്റ്റ് ആണ്. അപ്പോ താൻസിയുടെ ഭർത്താവ് അന്വേഷിച്ച് വരുന്ന കൂട്ടുകാരനോട് താൻസിയ ഹി വെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഹി ഹാസ് ഗോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും രണ്ടർത്ഥം. ഹി വെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂട്ടുകാരൻ മനസ്സിലാക്കണം, പോയിട്ട് കുറെ നേരമായി. നേരെ മറിച്ച് ഹി ഹാസ് ഗോട്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത് എങ്കിൽ മനസ്സിലാക്കണം, പോയിട്ട് അധികം നേരമായിട്ടില്ല, ഒന്ന് വേഗം ഞാൻ നടന്നാൽ അദ്ദേഹത്തെ കാണാൻ പറ്റും. അതാണ് പ്രസന്റ് പെർഫെക്റ്റും സിമ്പിൾ പാസ്റ്റ്. ഹി വെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സിമ്പിൾ പാസ്റ്റ് ആണ്. അപ്പൊ ജസ്റ്റ് ഹാവ്, അവിടെ നമ്മൾ എപ്പോഴും ഉപയോഗിക്കണം പ്രസന്റ് പെർഫെക്റ്റ് ഉപയോഗിക്കുക. ഇനി ഞാൻ വിഘ്നേഷിനോട് ഒരു സംശയം, ഒരു സെന്റൻസ് ഞാൻ പറയാം. ആ സെന്റൻസ് ഇതാണ്: SSLC പരീക്ഷ പാസ്സായി, അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഒരു TC വാങ്ങാൻ വേണ്ടിയിട്ട് സ്കൂളിൽ വന്നു കഴിഞ്ഞപ്പോൾ TC വാങ്ങാൻ വേണ്ടി വന്നു കഴിയുമ്പോൾ അവർക്ക് HM പറഞ്ഞു ഒരു അപേക്ഷ എഴുതി തരാൻ പറഞ്ഞു. ആ അപേക്ഷ ഇംഗ്ലീഷിൽ എഴുതി. വാചകം ഇതാണ്: ഫ്രം വിഘ്നേഷ് ബിജുമോൻ ഇടുക്കി എന്നൊക്കെ പറഞ്ഞ് എഴുതി. ടു ദ ഹെഡ് മിസ്റ്റേഴ്സ്, സ്കൂളിന്റെ പേര് എഴുതി, സ്ഥലം എഴുതി. എന്നിട്ട് മാഡം ഒരു ഹെഡിങ്, ഒരു കോമേറ്റു, അത് കഴിഞ്ഞ ശേഷം വിഷയം എഴുതി, ഇഷ്യൂയിങ് ഓഫ് TC റിഗാർഡിങ്. എന്നിട്ട് ആ ഒരു ലെറ്റർ അടിയിൽ എഴുതുന്നുണ്ട്. ആ ലെറ്ററിന്റെ വെരി ഫസ്റ്റ് ലെറ്റർ ഇങ്ങനെ ആരംഭിച്ചു: I have passed my SSLC examination in 2024. എന്നിട്ട് അതിന്റെ അടിയിൽ I would like to continue my higher studies, so please issue my TC എന്നാണ്. അതൊക്കെ പോകട്ടെ, ഞാൻ ഇത്രേ പറയുന്നുള്ളൂ: I have passed my SSLC examination in 2024 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഘ്നേഷ് ആ സെന്റൻസ് ശരിയാണോ തെറ്റാണോ? എന്താ സാറേ കേട്ടില്ല, ഒന്നുകൂടെ പറയാമോ? Okay, no problem. I have passed my SSLC examination in 2024 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാണോ തെറ്റാണോ ആ സെന്റൻസ്? I have passed my SSLC exam in 2024. ശരിയാണ്. I had അല്ലേ, I had passed. Yes. I had passed ആണ് സാറേ. ഞാൻ പറഞ്ഞ വാചകം ശരിയാണോ തെറ്റാണോ അതാണ് ഞാൻ ചോദിക്കുന്നത്. അത് തെറ്റാന്ന് തോന്നുന്നു. തെറ്റാണ്. ഓക്കെ അവിടെ നിൽക്കട്ടെ. യെസ്, ഓക്കെ. ഇനി അടുത്തത് ആരാണ്? ശ്രുതി SMS എന്ത് പറയുന്നു? ശരിയാണ് സാർ. ശരിയാണ്. യെസ്. ശ്രീലക്ഷ്മി എന്ത് പറയുന്നു?
എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ടോ? എന്തോ ഒരു മിസ്റ്റേക്ക്, എവിടെയോ ഒരു കല്ല് കടിക്കുന്നുണ്ട് അല്ലേ? എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. അത് ഒരു കംപ്ലീറ്റ് ആവാത്ത പോലെ, ഒരു ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു സെന്റൻസ് പോലെ. ഓക്കെ 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 ഓക്കെ. നാൻസിക്ക് എന്ത് തോന്നുന്നു? സർ ബീൻ വേണമായിരിക്കും. ബീയിങ് വേണമായിരിക്കും. യെസ്. ഓക്കെ ഓക്കെ. ഓക്കെ 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 ഓക്കെ. നാൻസി ഇവിടെ എഴുതി കാണിച്ചിട്ടുണ്ട്, കറക്റ്റ് ആണ്. എടാ നോക്കിയേ, അവിടെ വേണ്ടത് സിമ്പിൾ പാസ്റ്റ് ആണ്, പ്രസന്റ് പെർഫെക്റ്റ് അല്ല, സിമ്പിൾ പാസ്റ്റ്. അതായത് ഐ പാസ്ഡ് മൈ SSLC എക്സാമിനേഷൻ. പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിലാണ് ഞാനത് പറഞ്ഞത്. പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിൽ നമ്മൾ പറയുമ്പോൾ അത് ഇമ്മീഡിയറ്റ് പാസ്റ്റ് ആണ്, ഞാൻ നേരത്തെ പറഞ്ഞു. അതായത് ഒരു സമയത്തെ സൂചിപ്പിക്കുന്ന ഒരു വേർഡ് തന്നെ 2024 വന്നിട്ടുണ്ട്. അപ്പൊ സിമ്പിൾ പാസ്റ്റ് പറഞ്ഞാൽ മതി. ഐ ഹാഡ് പറയാം. ഐ ഹാഡ് പറയുമ്പോഴേ രണ്ട് ഇൻസിഡന്റുകൾ വരികയാണെങ്കിൽ അതിൻ്റെ അകത്ത് അതേക്കുറിച്ച് നമുക്ക് അടുത്ത ടെൻഷൻ പറയുമ്പോൾ ഞാൻ പറയാം ഹാഡിനെ കുറിച്ചിട്ട്. ഇപ്പൊ അവിടെ നിൽക്കട്ടെ, നമുക്കത് പറയാം എങ്ങനെ വല്ലെന്നുള്ളത്. യെസ്. അപ്പൊ നമ്മളിവിടെ പറയുന്നത് ഇവിടെ എന്ത് മതി? ഐ പാസ്ഡ് മൈ SSLC എക്സാമിനേഷൻ ഇൻ 2024 എന്ന് മതി. സിമ്പിൾ പാസ്റ്റ് പറഞ്ഞാൽ മതി. യെസ്. കാരണം പ്രസന്റ് പെർഫെക്റ്റ് ആകുമ്പോൾ നമുക്ക് അതിൻ്റെ അകത്ത് സമയത്തെ കുറിച്ച് സൂചിപ്പിക്കേണ്ട കാര്യം വരുന്നില്ല. ഓക്കെ. അപ്പൊ ഞാനത് നിങ്ങൾക്കത് അറിയാൻ വേണ്ടി സൂചിപ്പിച്ചത് മാത്രമേ ഉള്ളൂ. യെസ്. അപ്പൊ നമുക്ക് വിഷയത്തിലോട്ട് വരാം. അപ്പൊ നമ്മളിവിടെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പ്രസന്റ് പെർഫെക്റ്റ് എന്ന് പറയുന്ന ടെൻസിനെ കുറിച്ചാണ്. സബ്ജക്റ്റ് എഴുതുന്നു, ഒന്നുകിൽ ഹാസ് എഴുതുന്നു അല്ലെങ്കിൽ ഹാവ് എഴുതുന്നു. അത് കഴിഞ്ഞതിന് ശേഷം വെർബ് എഴുതുന്നു. ആ വെർബിന്റെ കൂടെ അതിന്റെ V3 അല്ലെങ്കിൽ അതിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ നമ്മൾ ഉപയോഗിക്കും. അപ്പൊ നമുക്ക് വേണമെങ്കിൽ 2-3 എക്സാമ്പിൾ പറയാം. ഷീ ഹാസ് ഗോൺ. They have mistaken you. They have mistaken you. You have known. KNOWA. No, new, no. You have known the facts. Yes. I have studied English grammar. You have read the novel. റീഡ് സ്പെല്ലിംഗ് ആണ്, READ, പക്ഷെ റെഡ് എന്ന് പറയാം. യു ഹാവ് റെഡ് ദ നോവൽ. അതുപോലെ നിങ്ങൾക്ക് സ്വന്തമായിട്ടുള്ള സെന്റൻസുകൾ പറയാം. സബ്ജക്റ്റ് വേണം, അത് കഴിഞ്ഞതിന് ശേഷം ഒന്നുകിൽ ഹാസ് അല്ലെങ്കിൽ ഹാവ്, ഏതെങ്കിലും ഒന്ന് വേണം. അത് കഴിഞ്ഞതിന് ശേഷം ഇത് വേണം, വെർബ് ഉപയോഗിക്കണം. ആ വെർബിന്റെ മൂന്നാമത്തെ V3 എന്ന് പറയുന്ന അല്ലെങ്കിൽ പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്ന് പറയുന്ന ഫോം ഉപയോഗിക്കും. പറഞ്ഞു. I have learned English. Very good. I have learned English. Very good, very good, very good. We have explored nature. We have explored nature. Okay. We have okay. I have drink. Vinisha, drink എന്നുള്ളതിന്റെ past participle. Drink, drank, DRUNK. ഓക്കെ. ശ്രീലക്ഷ്മി, ഇത് സംഗതി സെന്റൻസ് കറക്റ്റ് ആണ്. ഇവിടെ നോക്കിയ ശ്രീലക്ഷ്മി, ആ ഹാവ് കഴിഞ്ഞതിന് ശേഷം ഓക്കെ, ശ്രുതി കറക്റ്റ് ആണ്. ശ്രീലക്ഷ്മി, ആ ഹാവ് കഴിഞ്ഞതിന് ശേഷം വെർബിന്റെ മൂന്നാമത്തെ ഫോം വന്നിട്ടുണ്ടോ? വെർബിന്റെ മൂന്നാമത്തെ ഐ ഹാവ് ഗ്രേറ്റ് നോളജ് എന്ന് പറയുന്ന സ്ഥലത്ത് ഗ്രേറ്റ്, അത് 3 ടൈംസ് നമുക്ക് പറയാൻ പറ്റും. അപ്പൊ ഹാവ് കഴിഞ്ഞതിന് ശേഷം പിന്നെ വന്നിരിക്കുന്നത് ഒരു നൗണാണ്, ഒരു പേരാണ്. അറിവുണ്ട്, അറിവ്. യെസ്. അപ്പൊ അത് സെന്റൻസ് കറക്റ്റ്, അത് സിമ്പിൾ പ്രസന്റ് വന്നു. ഹാസ് അല്ലെങ്കിൽ ഹാവ് വെർബായിട്ട് ഉപയോഗിച്ചു. ഓക്കെ. വിഘ്നേഷ്, ഹാവ് കഴിഞ്ഞാൽ വെന്റ് പാസസ് ആണ്. ഗോൺ ചെയ്ത് ഗോൺ. I have finished my homework. വെരി ഗുഡ്. ഐ ഹാവ് ഫിനിഷ്ഡ് മൈ ഹോംവർക്ക്. ഓക്കെ, ശ്രുതി കറക്റ്റ് ആണ്. അപ്പൊ ഞാൻ പറഞ്ഞത് ഹാസോ ഹാവ് ഉപയോഗിക്കുക. ആഫ്റ്റർ ദാറ്റ് വെർബിന്റെ മൂന്നാമത്തെ ഫോമും വരും. ഇപ്പൊ നമുക്ക് പറയാം, ഐ ഹാവ് എ ഗുഡ് കളക്ഷൻ ഓഫ് ബുക്സ്. ഐ ഹാവ് എ ഗുഡ് കളക്ഷൻ ഓഫ് സ്റ്റാമ്പ്സ്. അത് നമുക്ക് പറയാം. അപ്പൊ നമുക്ക് അത് ഹാവ് കഴിഞ്ഞതിന് ശേഷം നൗണാണ് വേണ്ടത്. അപ്പൊ അത് സിമ്പിൾ പ്രസന്റ് ആയി. യെസ്. ഓക്കെ.
Sudhi? They Yes. have worked in the field. Okay, correct. Adira Krishna, that's correct. I have a good friend. പക്ഷേ have കഴിഞ്ഞതിന് ശേഷം വെർബിന്റെ മൂന്നാമത്തെ ഫോം വന്നിട്ടില്ല. അത് പ്രസന്റ് പെർഫെക്റ്റിലോട്ട് വരുന്നില്ല, നേരെ മറിച്ച് സിമ്പിൾ പ്രസന്റിലേക്ക് വരുള്ളൂ. സെന്റൻസ് കറക്റ്റ് ആണ് അതിര. Okay. Sudhi, correct. He has completed the project. Is correct? They He have has gone to completed. Canada. They have gone to Canada. Yes. Okay. They have gone to Canada yesterday എന്ന് പറഞ്ഞാൽ ശരിയാകുമോ താൻസിയ? Okay, Surishmi, I have to cancel the order. Okay. അത് സിമ്പിൾ പ്രശ്നം അല്ല. Okay, താൻസിയ അത് ശരിയാവില്ല. Okay, very good. കാരണം അതിനകത്ത് yesterday എന്ന് പറയുമ്പോൾ ടൈമായി. Yes, okay. He has collected the meal. Okay, correct. Vignesh, correct. Yes. അപ്പൊ നമ്മൾ ഇന്ന് വേറെ okay, so the SMS correct. She has achieved success. Okay. അപ്പൊ നമ്മൾ ഇന്ന് വേറെ ഒന്നും കൂടുതലായിട്ട് മനസ്സിലാക്കുന്നില്ല. നമ്മൾ മനസ്സിലാക്കുന്നത് പ്രസന്റ് പെർഫെക്റ്റ് എന്ന് പറയുന്ന ടെൻസ് എന്താണ്, ആ ടെൻസിന്റെ സ്ട്രക്ചർ എന്താണ്, ആ ടെൻസിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന കാലഘട്ടം ഏതാണ് എന്നുള്ളത് മാത്രമാണ്. പോയി കഴിഞ്ഞിട്ടുണ്ട്, എടുത്തിട്ടുണ്ട്, ജസ്റ്റ് പോയി കഴിഞ്ഞിട്ടുണ്ട്, എടുത്തു കഴിഞ്ഞിട്ടുണ്ട്, ആ രീതിയിലാണ് അതിന്റെ അർത്ഥം വരിക. ഓക്കെ, നമ്മളിവിടെ 2 പേർക്ക് സമയം കൊടുക്കുന്നുണ്ടായിരുന്നു. ഒന്ന് ശ്രീലക്ഷ്മി. ഓക്കെ സർ, പറയൂ. പറയാറായോ സർ? പറഞ്ഞു. When I'm in childhood, I have no idea about the word ambition. Yes, very good. Yes. Then the lower studies, I have a dream that I could become a teacher. Yes. But soon I realized that I'm not perfect to the teaching skill. Yes. Then in my pre-degree college days, I'm very close to my English teacher. She is very strict but very lovely. Yes. And English became my favorite subject. Very good. After complete my pre-degree, I decided to do graduation in BA English and also earn PG in English. Yes. But my situation turned me to BCom graduation. Yes. So I finalized that I became an accountant. Yes. Unfortunately, I can't complete my BCom graduation because of my family problems. Yes. Now, after 8 years, I'm arrived in my human administration course and still continuing. Yes. Okay, Surishmi. Very good. Surishmiക്ക് ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ മനസ്സിന് റിലാക്സേഷൻ വന്നു. യെസ് ഇല്ലേ? Am I right? ഓക്കെ. അപ്പൊ ഈ ടീച്ചിങ് സ്കിൽ ഇല്ല എന്ന് ശ്രീലക്ഷ്മിക്ക് തോന്നി എന്ന് പറഞ്ഞു. പക്ഷെ ഇപ്പൊ ഈ പറയുന്നതിൽ നല്ലൊരു ടീച്ചിങ് സ്കില്ലിന്റെ ഒരു സ്കില്ലുണ്ട് ഇല്ലേ? എനിക്ക് അങ്ങനെ തോന്നി. നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് അത് തോന്നിയാവോ? ഇംഗ്ലീഷ് PG കഴിയുക, അത് കഴിഞ്ഞതിന് ശേഷം ജേർണലിസവും അതിന്റെ കൂടെ കഴിയുക, അത് കഴിഞ്ഞതിന് ശേഷം വലിയ സ്കോപ്പായിരുന്നു. യെസ്, എനിക്ക് അതായിരുന്നു കൂടുതൽ താല്പര്യം. എനിക്ക് ഇംഗ്ലീഷ് സബ്ജക്ട് എനിക്ക് മുൻപേ ഭയങ്കര ഇഷ്ടമാണ്. യെസ്, ഓക്കെ. അത് നേരത്തെ ശ്രീലക്ഷ്മി അറിയാതെയാണ് ഇത് പറഞ്ഞൊരു കാര്യമുണ്ട്. ചില ടീച്ചർമാരോടുള്ള നമ്മുടെ ഇഷ്ടമാണ് ചില വിഷയങ്ങൾ നമ്മൾ ഇഷ്ടപ്പെടാനുള്ള പ്രധാനപ്പെട്ട കാരണം. അതെ, ഞാൻ ഒന്നോട്ട് പഠിക്കുന്ന സമയത്തൊക്കെ എനിക്ക് ഇംഗ്ലീഷ് എടുക്കുന്ന ടീച്ചർമാരാണ് എന്റെ ക്ലാസ് ടീച്ചറായിരുന്നത്. യെസ്, അതിൽ കൂടെ തന്നെ ഒരു കാര്യം കൂടിയുണ്ട്. ചില ടീച്ചർമാരോടുള്ള ഇഷ്ടക്കേടുകളാണ് ചില വിഷയം നമ്മൾ ഇഷ്ടപ്പെടാതിരുന്നതിനും കാരണം. Am I right? Okay.
ടീച്ചറിനോടുള്ള ഇഷ്ടക്കേടും ഉണ്ടാവില്ലേ? യെസ്. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. ഇനി അപ്പൊ നമുക്ക് അടുത്ത ചാൻസ് ആതിര കൃഷ്ണക്ക് തരാന്ന് പറഞ്ഞിരുന്നു. ആതിര കൃഷ്ണ പറഞ്ഞോളൂ. സാർ ശരിയാണെന്നൊന്നും അറിയത്തില്ല. അപ്പൊ ഇതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടത്, നമ്മൾ ഇത്രയും നാളായിട്ട് നമ്മളിങ്ങനെ കണ്ടിന്യൂ ചെയ്തപ്പോ നമ്മള് ഡിസ്കസ് ചെയ്യുമ്പോൾ പറയാറില്ലേ, ശരിയോ തെറ്റോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടതില്ല. പറയാം സർ. യെസ്. When I was in my school time, I want to become a doctor. Yes. Then my high school, I studied MLT and I want to become lab technician. Yes. But my dream stopped there and I studied BAMS. Yes. But I not completed. At present, my dream was I want to build a Ayurveda Pancharva hospital. Yes. ഞാൻ പറഞ്ഞില്ല, സപ്ലിമെന്ററി എഴുതിക്കൊണ്ടിരിക്കുക. അന്നേരം ആ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യണം എന്നുള്ളതാണ് എന്റെ ഒരു ആഗ്രഹം. യെസ്, ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട വർക്ക് തന്നെ ഇരിക്കണം എന്നുള്ള ആഗ്രഹമാണ് അല്ലേ? വെരി ഗുഡ്, വെരി ഗുഡ്. ആഗ്രഹങ്ങൾ വിടണ്ട അതിൽ കണ്ടിന്യൂ, സ്റ്റിക്ക് ഓൺ യുവർ അംബിഷൻസ്. അങ്ങനെ മുന്നോട്ട് പോവാം, നോ പ്രോബ്ലം. യെസ്. ഓക്കെ, താങ്ക് യു. ഓക്കെ, ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, 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 ഓക്കെ. അപ്പൊ ഇവിടെ രണ്ടുപേര് പറഞ്ഞു കഴിഞ്ഞപ്പോ അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടിട്ട് ആർക്കെങ്കിലും ഞാനും കൂടി ഇത് പറയട്ടെ എന്ന് താല്പര്യമുള്ളവരുണ്ട്? ധൈര്യം വന്ന് ഞാനും കൂടി ഒന്ന് പറഞ്ഞു നോക്കട്ടെ എന്ന് പറയുന്ന ആരും വന്നില്ല? ഇല്ല അല്ലേ? ഓക്കെ, 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 ഓക്കെ. അപ്പൊ വെരി ഗുഡ്. അപ്പൊ നമുക്ക് ഇനി നമുക്ക് അത്രയും പ്രസന്റ് പെർഫെക്റ്റ് എന്ന് പറയുന്ന ടെൻസിനെ കുറിച്ച് മാത്രം മനസ്സിലാക്കിയാൽ മതി. ഒരു നേരത്തെ ബീയിങ് ഒക്കെ ശ്രുതി പറഞ്ഞു, അത് നമുക്ക് വരുന്ന എവിടെയെന്ന് വെച്ചാൽ ശ്രുതി ഇതേ ടെൻസുകളുടെ നമുക്ക് പാസീവ് വോയിസ് നമ്മൾ നോക്കും. അവിടെയെല്ലാമാണ് ആ സംഗതി വരുന്നത്, ബീയിങ് ഒക്കെ വരുന്നത് കേട്ടോ. പാസീവ് വോയിസ് നോക്കാം. അത് നമ്മള് ഈ 12 ടെൻസുകളിലേക്ക് എത്തിക്കഴിഞ്ഞതിന് ശേഷം നമുക്ക് സിമ്പിൾ പ്രസന്റ് ഒഴികെയുള്ള പാസീവ് വോയിസിലൂടെ നമ്മൾ വീണ്ടും വരും. അപ്പൊ അതിന്റെ ഇടയ്ക്ക് ഞാൻ പറയാതിരുന്നത് മൊത്തം കൺഫ്യൂഷൻ ആകണ്ട എന്ന് കരുതിയിട്ടാണ്. ഇപ്പൊ നമ്മൾ 7 ടെൻസുകളെ കുറിച്ചാണ് നമ്മൾ സൂചിപ്പിച്ചത്. സിമ്പിൾ പ്രസന്റ്, സിമ്പിൾ പാസ്റ്റ്, സിമ്പിൾ ഫ്യൂച്ചർ, പ്രസന്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് കണ്ടിന്യൂസ്, ഫ്യൂച്ചർ കണ്ടിന്യൂസ്, പിന്നെ ഇപ്പൊ പറഞ്ഞ പ്രസന്റ് പെർഫെക്റ്റ്. അങ്ങനെ 7 കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. ഇനി ഒരു 5 കൂടി ബാലൻസ് ഉണ്ട്. അതുകൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ടെൻസ് എന്ന് പറയുന്ന സംഗതി കഴിയും. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് മറ്റു കാര്യങ്ങളിലേക്ക് പോകാം. യെസ്. അപ്പൊ അവിടെയെല്ലാമാണ് ഇപ്പൊ നേരത്തെ പറഞ്ഞ് ബി ഇതൊക്കെ വരുന്നത്. അപ്പൊ അതൊക്കെ നമുക്ക് അന്നേരത്തെ നമുക്ക് പറയാം. ഓക്കെ. അപ്പൊ ഞാനിപ്പോ നിങ്ങളോട് മിസ്പെക്ട് ആയിട്ടുള്ള കുറച്ച് സ്പെല്ലിങ്ങുകൾ പറയുകയാണ്. നിങ്ങൾ അതൊന്ന് കറക്റ്റ് ഓർഡറിൽ ആക്കണം. യെസ്. അപ്പൊ ഞാൻ ഇതിനു മുമ്പ് നിങ്ങളോട് ഞാൻ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ ശ്രീലക്ഷ്മി കുറച്ച് ഐറ്റംസിന്റെ പേര് പറഞ്ഞു, നിങ്ങളോട് അത് കറക്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ഓൾ ആർ ഹൗസ് ഹോൾഡ് ഐറ്റംസ്, എല്ലാവരും വീട്ടിൽ ഉപയോഗിക്കുന്ന സാധന സാമഗ്രികളാണ് എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു. പക്ഷെ ഇവിടെ ഞാൻ നിങ്ങൾക്കൊരു ക്ലൂ തരികയാണ്. ഇവിടെ ഹൗസ് ഹോൾഡ് ഐറ്റംസ് അല്ല, ഓൾ ആർ കറൻസീസ്. ഇതെല്ലാം എന്താണ്? കറൻസിയാണ്. കറൻസി. ഓക്കെ. അപ്പൊ നിങ്ങൾ ആ ലെവലിൽ വെച്ച് ചിന്തിച്ചാൽ മതി. കറൻസി എന്ന് പറയുന്ന ലെവലിൽ വെച്ച് ചിന്തിച്ചാൽ മതി. അല്ലെങ്കിൽ ആ ഒരു ഓക്കെ 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 യെസ്, കറൻസീസ്. ഓക്കെ ഓക്കെ, ആ ലെവലിൽ നിങ്ങളൊന്ന് നിങ്ങളുടെ ചിന്തകൾ പോയാൽ മതി. യെസ്. അപ്പൊ എഴുതിക്കോളൂ. ഞാൻ പറയുന്ന വേർഡ് ഓക്കെ ശ്രുതി ക്യാപിറ്റൽ ലെറ്ററിൽ അകത്തെ എഴുതുക. അപ്പൊ റെഡി ആയിക്കോളൂ. എ എൽ ആർ ഐ. ഈ മാർക്കൊന്നും എടുക്കുന്നില്ല കേട്ടോ, ഇത് സിമ്പിൾ അല്ലേ? അത്രേ ഉള്ളൂ. ALRI. ഓക്കെ 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 ഓക്കെ. ശ്രീലക്ഷ്മി, വിഘ്നേഷ്, അത് തന്നെ. വിഘ്നേഷ് ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ട്. റിയാൽ, ശ്രീലക്ഷ്മി, ഫാൻസിയ, ശ്രുതി, വിനീഷ. ഓക്കെ ഓക്കെ ഓക്കെ. ഇറ്റ്സ് എ കറക്റ്റ് ആൻസർ. ഇറ്റ്സ് എ കറക്റ്റ് ആൻസർ. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. റിയാൽ. ഓക്കെ. അഞ്ജന കറക്റ്റ്. അടുത്തത് UEOR. UEOR. ഓക്കെ വിഘ്നേഷ്. ശ്രീലക്ഷ്മി സ്പെല്ലിംഗ് മാറിപ്പോയതാണ്, കറക്റ്റ് ആണ്. ശ്രുതി കറക്റ്റ്.
ആതിര, വിഘ്നേഷ്, ശ്രീലക്ഷ്മി, താൻസിയ, വിനീഷ, ശ്രീലക്ഷ്മി. ഓക്കെ. യൂറോ ഇസ് എ കറക്റ്റ് ആൻസർ. അടുത്തത് ENY. ENY. സുലേഷ്മി കറക്റ്റ്. വിഘ്നേഷ്, ഓക്കെ. വിഘ്നേഷ്, ആതിര, ശ്രുതി, താൻസിയ. ഓക്കെ വിഘ്നേഷ്. ഓക്കെ അഞ്ജന. ഓക്കെ പ്രിയ. കറക്റ്റ് ആൻസർ EN. ഓക്കെ. വെരി ഗുഡ്. അടുത്തത് LRAOLD. I will repeat. ഓക്കെ ശ്രീലക്ഷ്മി, ഇത് റിപ്പീറ്റ് ചെയ്യണേ അല്ലേ? അത് തന്നെ. വിഘ്നേഷ്, ശ്രീലക്ഷ്മി, ശ്രുതി, ആതിര, വിഘ്നേഷ് and Tansia, Priya, Banu. Okay. The answer is Vinesh and Angela. Correct. The answer is dollar. Yes. Correct. அடுத்தது HARIPU. Okay, Vignesh. Srishmi, ഒന്നുകൂടി നോക്ക്. നിങ്ങൾക്ക് ഉപയോഗിച്ചിട്ടുള്ള കറൻസിയാണ്. ഇന്ത്യൻ ആണ്. യെസ്, അതൊന്നും കൂടി ഒന്ന് ഭംഗിയാക്കിയാൽ മതി ഹിര. യെസ്, അതൊന്നും കൂടി ഒന്ന് കറക്റ്റ് ചെയ്താൽ മതി. ഓക്കെ. റുപ്പിയ എന്നാക്കിയാൽ മതി. റുപ്പിയ കേട്ടാ. യെസ്, ഓക്കെ. കറക്റ്റ്. വെരി ഗുഡ്. റുപ്പിയ എന്നാക്കിയാൽ മതി. യെസ്. അടുത്തത് നമ്മൾ കറൻസിയിൽ നിന്ന് മാറിയിട്ട് വേറൊരു സംഗതിയാണ് പറയുന്നത്. ദാറ്റ് ഈസ് കോൾഡ് സബ്ജക്റ്റ് ആണ്. നമ്മൾ പഠിച്ചിട്ടുള്ള പല വിഷയങ്ങൾ സബ്ജക്റ്റ് ആണ്. ആ സബ്ജക്റ്റിന്റെ പേരാണ് വരുന്നത്. ഓക്കെ, സബ്ജക്റ്റ്. ഓക്കെ ശ്രീലക്ഷ്മി. യെസ്, ആദ്യത്തെ എഴുതിക്കോളൂ. TSMAH. അത്രയുമില്ല, അതിനെ കുറച്ചുള്ളൂ. ശ്രുതി കുഴപ്പമില്ല, സമ്മതിച്ചു. മാത്സ് കേട്ടോ, മാത്സ്. അപ്പൊ ശ്രുതി എഴുതിയപ്പോ മാത്തമാറ്റിക്സ് ഫുൾ എഴുതി. കാരണം ഒരു വിഷയം കേട്ട് കഴിഞ്ഞപ്പോ തന്നെ ശ്രുതിക്ക് അത് പിടികിട്ടി. ഓക്കെ, മാത്സ് ആണ്. കറക്റ്റ് ആൻസർ. വെരി ഗുഡ്. അടുത്തത് നെക്സ്റ്റ് IYCSPHS. ചോദ്യം പൂർത്തിയായില്ല. അതിനു മുമ്പ് വിഘ്നേഷ്, വിനീഷ, ശ്രുതി, ശ്രീലക്ഷ്മി ഒന്നുകൂടി നോക്ക്. ആതിര, താൻസിയ മറുപടി വന്നു കേട്ടാ. യെസ്,
Okay, Anjana. Okay, Srilashmi. Very good. Physics ആണ് physics. Okay. അടുത്തത് COME. ഓക്കെ. ഞാനത് അതിന്റെ കണ്ടിന്യൂഷൻ മെസ്സേജ് വായിച്ചപ്പോൾ വിട്ടുപോയി. ഞാൻ ആദ്യം ഒന്നിട്ട് പറയാം കേട്ടോ. COMECNIOS. നാൻസിയ ഒന്നും കൂടി ആലോചിക്കൂ. ശ്രുതി ഒന്നും കൂടി. ഓക്കെ വിഘ്നേഷ്. ഓക്കെ താൻസിയ ഇപ്പൊ ശരിയായി. താൻസിയ കുറച്ചേരം കേട്ടപ്പോ തന്നെ ശ്രുതിയും താൻസിയും ഇന്ന പഠിക്കാനുള്ള ഗുണം വിചാരിച്ചാണ് അല്ലെ. ഓക്കെ ശ്രീലക്ഷ്മി ഓക്കെ, വിഘ്നേഷ് ഓക്കെ, ആതിര ഓക്കെ. The subject is economics. Okay. Very good. വിനീഷ. അടുത്തത് M. ഓക്കെ അഞ്ജന. M ഒരു M ഉള്ളട്ടെ. MTRISHYEC. ഓക്കെ വിഘ്നേഷ്. ഇത് നേരത്തെ ഒരാള് ഓക്കെ. വിനീഷ, വിഘ്നേഷ്, ശ്രീലക്ഷ്മി കറക്റ്റ് ആൻസർ ആണ്. താൻസിയ, ശ്രുതി കറക്റ്റ് ആൻസർ ആണ്. ആതിര കൃഷ്ണൻ, അഞ്ജന കറക്റ്റ് ആൻസർ ആണ്. ദാറ്റ് ഈസ് കോൾഡ് കെമിസ്ട്രി. അടുത്തത് SLIGNEH. ശ്രീലക്ഷ്മി ഒന്നുകൂടി നോക്കൂ. ഓക്കെ. ആതിര കൃഷ്ണ, അഞ്ജന, താൻസിയ, വിനീഷ, ശ്രീലക്ഷ്മി, ശ്രുതി, വിഘ്നേഷ്. ഓക്കെ. കറക്റ്റ് ആണ്. യെസ് വിഘ്നേഷ് കറക്റ്റ് ആണ്. അടുത്തത് ICSVCI. അത് തന്നെ വിഘ്നേഷ്. ഓക്കെ വിഘ്നേഷ് കറക്റ്റ് ആണ്. ശ്രീലക്ഷ്മി കറക്റ്റ് ആണ്. ആതിര, വിനീഷ, താൻസിയ കറക്റ്റ് ആണ്. അപ്പൊ ഇതിനകത്ത് ലാസ്റ്റ് ഒരു ചോദ്യം കൂടിയുണ്ട്, അത് കൂടി ചോദിച്ചേക്കാം. യെസ്, ചോദ്യം ഇതാണ്. HARPYGG, രണ്ട് G ഉണ്ട്. GGOE. HARPYGGOE. ഓക്കെ വിഘ്നേഷ്. ഓക്കെ വിഘ്നേഷ്. ഓക്കെ താൻസിയ. ഓക്കെ വിനീഷ, ശ്രുതി, ആതിര, ശ്രീലക്ഷ്മി. യെസ് കറക്റ്റ് ആണ്. യെസ് ജിയോഗ്രഫി. ഓക്കെ ഇറ്റ്സ് എ കറക്റ്റ് വൺ. അഞ്ജന കറക്റ്റ്. യെസ്. അപ്പോ നമ്മുടെ സമയം അവസാനിച്ചിരിക്കുകയാണ്. We will meet in the next class. അപ്പൊ ഇന്ന് നമ്മൾ പ്രസന്റ് പെർഫെക്റ്റിനെ കുറിച്ച് മാത്രമേ പറഞ്ഞുള്ളൂ. ബാക്കിയുള്ള കാര്യങ്ങൾ, അതിന്റെ മറ്റു കാര്യങ്ങളെ കുറിച്ച് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ. താൻസിയ. ഓക്കെ വിഘ്നേഷ്, ശ്രീലക്ഷ്മി, ശ്രുതി. ഓക്കെ വിഘ്നേഷ്. അഞ്ജന. ഓക്കെ.